ബോബി ചെമ്മണ്ണൂറിനെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലൊന്ന് കയറ്റി ഒന്നും കൂടി ഫേമസ് ആക്കില്ലേ നമ്മുടെ മഹാറാണികൾക്ക് ചില ചിന്തകളുണ്ട്, അവരെന്തൊക്കെ സംഭവമാണ് എന്ന്. ബോബി ചെമ്മണ്ണൂർ ഓപ്പൺ മൈൻഡിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഒത്തിരി പേരുണ്ട് അല്ലെ, അങ്ങനെ ആ ഒരു വിനായകൻ, അങ്ങനെ ഒരുപാട് പേര് ഓപ്പൺ മൈൻഡിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ബോബി ചെമ്മണ്ണൂരും നമ്മുടെ മഹാറാണിയും ചേർന്ന് ഒരു ഉദ്ഘാടനം നടത്തുന്നതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ ദേവിയെക്കുറിച്ച് ഒരു പരാമർശം പറഞ്ഞതുപോലെയാണ്. ഒരു ദേവി ഇങ്ങനെയാണ്, ആ ഒരു രൂപമാണ്, അത്രയും സൗന്ദര്യമാണ് നമ്മുടെ ഈ മഹാറാണി എന്നാണ് ബോബി ചെമ്മണ്ണൂർ നല്ലൊരു സതുദ്ദേശത്തോടെ പറഞ്ഞതാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. എന്നാൽ പലരും പറഞ്ഞത് ഒരു ദ്വയാർത്ഥത്തോടെ പറഞ്ഞതാണ് എന്ന്. ഞാൻ ചോദിക്കുകയാണ്, ഈ മഹാറാണിയെ തന്നെ എല്ലാവരും വലിച്ചു കയറ്റി 1 ലക്ഷം 1.5 ലക്ഷം റുപ്യക്ക് ഓഫർ കൊടുത്ത് ഒരു ഉദ്ഘാടനം ചെയ്യിപ്പിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്? അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മഹാറാണിയുടെ സൗന്ദര്യം കാണാൻ തന്നെയാണ്. ഈ മഹാറാണിയെ വിളിക്കുന്നത് ഇതുപോലെ മഹാറാണികൾ കൊണ്ടു നടക്കുന്ന സ്ഥാപനത്തിലെ ഓണർമാരൊന്നുമല്ലല്ലോ. ആരാ വിളിക്കുന്നത്? ഇതുപോലെ ആണുങ്ങളെ കൊണ്ടാടുന്ന അല്ലെങ്കിൽ ആണുങ്ങളെ ഓപ്പൺ ചെയ്യുന്ന കടയുടെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് ഈ മഹാറാണിയെ വിളിക്കുന്നത്. ഞാൻ പേരോടെ പരാമർശിക്കാത്തതെന്ന് വെച്ചാൽ കേസുപരമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ അവർക്കുള്ളത് കൊണ്ട് ഞാൻ ഒരു പേര് പറഞ്ഞു എന്ന് കേട്ടാണ്ട് നമുക്ക് ഇട്ട് താങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അത് കാര്യം മനസ്സിലാവുന്നില്ല ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടില്ല. അപ്പോ ഇതുപോലുള്ള, അതായത് ഇവർക്ക് ദ്വയാർത്ഥ രീതിയിൽ ഇവർക്ക് നടക്കാം എന്നുണ്ടെങ്കിൽ, കാരണം ഇവര് ഈ ആണുങ്ങളൊക്കെ നോക്കുക, നിങ്ങള് നല്ല ഡ്രസ്സ് ഇട്ടിട്ടാണ് ആണുങ്ങള് നടക്കാറുള്ളത്, ഒന്നില്ലെങ്കിൽ ഷർട്ട് അല്ലെങ്കിൽ പാൻസ്. അവര് പുക്കിൾ ഭാഗമോ അല്ലെങ്കിൽ അവരുടെ ചെസ്റ്റ് ഭാഗം, ചില ആണുങ്ങൾക്ക് നല്ല ചെസ്റ്റ് ഉണ്ടാവാറുണ്ട് അല്ലെ, നല്ല ജിമ്മിനൊക്കെ പോയി നല്ല കുട്ടികൾക്ക് നല്ല ചെസ്റ്റും നല്ല മസിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ആൺകുട്ടികൾ അവരുടെ മസിൽ കാണിച്ച് നടക്കുന്നത് കണ്ടണം? ഒരു ആൺകുട്ടികൾ നടക്കാറില്ല. എന്നാൽ ചില പെൺകുട്ടികള് അവരുടെ സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് അവരെ ചുണ്ടിൽ കുറെ ലിപ്സ്റ്റിക്കും എന്തെല്ലാം ഇവർ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയില്ല. ഇത് ആര് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ? മഹാറാണിമാരോടാ ചോദിക്കുന്നത്. നിങ്ങൾ ഈ സൗന്ദര്യ കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ദൈവം തന്ന സൗന്ദര്യത്തിലേറെ പിന്നെ നിങ്ങൾ കുറച്ച് അഡീഷണൽ ആയിട്ട് കയറ്റുന്നുണ്ടല്ലോ, ചുണ്ട് ചോപ്പിച്ചിട്ടും അതുപോലെ പുരികം ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടും പല മോഡലിൽ നിങ്ങൾ നടക്കുന്നത് ഇത് ആര് കാണാൻ വേണ്ടിയാ? പെണ്ണുങ്ങൾ എന്തായാലും പെണ്ണുങ്ങളെ സൗന്ദര്യം ആസ്വദിക്കൂല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ പെണ്ണുങ്ങൾ ഈ ഒരു ഭംഗിയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ആര് കാണാൻ വേണ്ടി? ആണുങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ? ആണോ അല്ലേ? ആണ്. അല്ലാതെ ആർക്കെങ്കിലും സംശയമുണ്ടോ? പെണ്ണുങ്ങൾ ഇവിടെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് മറ്റൊരു പെണ്ണ് കാണാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് ആർക്കാ ഇവിടെ അന്നം തിന്നത് ആർക്കാ മനസ്സിലാവാത്തത്? എല്ലാവർക്കും അറിയാം. ഇപ്പം ഈ മഹാറാണി വരുമ്പോ ആൾക്കാർ തടിച്ചു കൂടുന്നു. മഹാറാണിനെ എല്ലാവരും ആ ബോച്ചെ വിളിച്ച പേര് കൊണ്ട് ഇപ്പം ആ ഒരു പേര് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നു എന്നാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്കൊരു പേരിട്ട് കൊടുത്തു, ആ പേരിൽ ഇപ്പൊ ആൾക്കാർ എന്നെ വിളിക്കുകയാണ് എന്നൊക്കെയാണ് ഇവരുടെ വലിയ പരാതി. അതുകൊണ്ട് ഇപ്പൊ എന്തായി, അങ്ങനെ ഒരു പരാതി കൊടുത്തോടുകൂടി ആ പേര് നിങ്ങളുടെ ആണെന്നുള്ളത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ബോച്ചനെ തകർത്താനും തളർത്താനും ഇന്നും ഒന്നിനും തുടങ്ങിയല്ല ആൾക്കാർ. ബോച്ചെ പല ആൾക്കാർക്കും പല സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ മഹാറാണി എത്രയോ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നുണ്ട്, മാസത്തെ 3, 4, 5, 6 ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൊടുത്തതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് അയച്ചു തരാം എന്റെ വാട്സപ്പിൽ. എന്നാൽ ബോച്ചെ അദ്ദേഹം ഒരു സോഷ്യൽ വർക്കറാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ബിസിനസ് ചെയ്യുന്ന തന്ത്രങ്ങളാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹം തന്നെയാണ് അതിന്റെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ബ്രാൻഡ് അംബാസഡർ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വേറെ ആളെ വെക്കേണ്ട ആവശ്യമില്ല. ഞാനിതിന്റെ വയനാട് പല വലിയ വലിയ ഹോട്ടലിലൊക്കെ കയറുന്ന സമയത്ത് പല ഹോട്ടലുകളൊക്കെ ബോച്ചന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയത് കൊണ്ട് ആ ബോച്ച വന്ന ഹോട്ടലാട്ടോ എന്നൊരു പേര് ആ ഹോട്ടലിനുണ്ട്. അപ്പോ ഈ ഹോട്ടലിൽ ബോച്ച വരെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് ആർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാ? ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അവർ അദ്ദേഹത്തിന്റെ ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ വരെ മാർക്കറ്റ് ചെയ്യുന്ന വേറെ ആൾക്കാർ, അദ്ദേഹം നമ്മളെ പോലെയുള്ള ആൾക്കാരെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നു. അതൊക്കെ ഒരു ബിസിനസിന്റെ ട്രിക്കാണ്. എന്നാൽ ബോച്ചനെ വെല്ലുവിളിച്ച് ഒരുപാട് ചെറുകിട, അതായത് കണ്ണുകടി, കുശുമ്പ്, അസൂയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ന്യൂ ഇയർ പ്രോഗ്രാമിന്റെ അന്ന് ബോച്ചന്റെ പ്രോഗ്രാം അവിടെ നടത്താൻ അയക്കാതിരുന്നത് ആരാണ്? വയനാട്ടുകാരൊന്നും ആവില്ലത്. വയനാട്ടുകാരെ കൊണ്ട് ചിലപ്പോൾ വേറെ ആൾക്കാർ ചെയ്യിപ്പിച്ചതായിരിക്കും.
അതുപോലെ ബോച്ചേന്റെ ഇമേജിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഈ മഹാറാണിയെ വെച്ചിട്ട് വേറെ ആരൊക്കെയോ ചെയ്യിപ്പിക്കുന്നതാണ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത്ര വലിയ മഹാറാണിയാണെങ്കിൽ അവർക്ക് കന്യാസ്ത്രീ നടക്കാലോ അല്ലെ? കന്യാസ്ത്രീമാരെ നിങ്ങൾ കണ്ടല്ലോ, എത്ര മാന്യമായ ഡ്രസ്സിൽ അവർ നടക്കാറ്. അവരിതുപോലെ പുക്കൾ കാണിച്ചിട്ടും ചെസ്റ്റ് കാണിച്ചിട്ടും ബാക്ക് സൈഡ് കാണിച്ചിട്ടൊക്കെ നടക്കാറുണ്ടോ? നടക്കാറില്ല. ഈ മഹാറാണി എന്തുകൊണ്ടാണ് ഈ മഹാറാണിയെ കൂടുതൽ ആൾക്കാർ പരസ്യം ചെയ്യാനും മറ്റു കടയുടെ ഇനാഗ്രേഷൻ വിളിക്കാൻ കാരണം എന്താ വെച്ചാല് അവരുടെ സൗന്ദര്യം തന്നെയാണ്. ആ സൗന്ദര്യം അവര് പുറത്തേക്ക് പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. നേരെ മറിച്ച് അവരൊരു മുസ്ലിം പെണ്ണിനെ പോലെ പർദ്ദയിട്ടും അങ്ങനെ നടന്നോക്കട്ടെ, ആരെങ്കിലും വിളിക്കോ ഈ മഹാറാണിന്റെ ഉദ്ഘാടനത്തിന്? വിളിക്കൂല. സുബൈർ ബാബു പറഞ്ഞതിൽ തെറ്റ് എനിക്ക് തോന്നുന്നുണ്ടോ? വിളിക്കൂല മക്കളെ. ഇതേ മഹാറാണി ഇപ്പൊ ഈ ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്ത ഇതേ മഹാറാണി തന്നെ നാളെ ഒരു പർദ്ദയും ബുർക്കയൊക്കെ ഇട്ടിങ്ങനെ നടക്കുക. ഈ മഹാറാണിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മഹാറാണിയെ വിളിച്ചിട്ട് ആൾക്കാര് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റേസ്ക ഒരു മിനിറ്റ് ഞാൻ ഒരു വീഡിയോയിലാണ്, കുറച്ച് തിരിച്ചു വിളിക്കാം കേട്ടോ, ലൈവിലാണ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് അവരെ ആൾക്കാർ വിളിക്കുന്നത്? ഇതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു സൗന്ദര്യത്തെ മാർക്കറ്റ് ചെയ്തത് ആരാണ്? ഈ പറഞ്ഞ മഹാറാണി തന്നെയാണ്. എന്റെ സൗന്ദര്യം ഞാൻ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് മറ്റുള്ള ആൾക്കാർ അത് കാണുന്നത് അല്ലെ? ബോച്ചെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? ബോച്ചെ ടീയുടെ അംബാസഡർ ആയിട്ട് അദ്ദേഹം തന്നെയാണ്, ഓണർ തന്നെയാണ് അതിന്റെ അംബാസഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെ? അതിന്റെ കട ഉദ്ഘാടനത്തിനൊക്കെ അദ്ദേഹം തന്നെ പോകാറുള്ളത്. അദ്ദേഹത്തിന് വേറെ ആളെ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം തന്നെ മാർക്കറ്റ് ചെയ്യുന്നു. ആ ഒരു ഇനത്തിൽ അദ്ദേഹത്തിന് നല്ല ക്യാഷ് കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു സിനിമാ ഫീൽഡിലേക്ക് വന്നിട്ട് ഒരാൾ എന്നെ തെറി വിളിച്ചു അല്ലെങ്കിൽ ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കുക, എന്നിട്ട് കേരളത്തിൽ ഉടനീളം ഫേമസ് ആയി നിൽക്കുന്ന ഒരാളെ, അതും ജനകീയനാണ്, ജീവകാരുണ്യ പ്രവർത്തകനാണ്, ഏതൊരാളും ചെയ്യാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു ഒറ്റയാൻ പോരാളിയാണ് അദ്ദേഹം, ബോച്ചെ. ഞാൻ അദ്ദേഹത്തിന് 1000 ഏക്കർ പോയി സ്ഥലം കണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളൊക്കെ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണം. ഞാൻ ഇപ്പൊ നമ്മുടെ ചാനലിൽ വരും, ഞാൻ ഇന്നത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയത്. കുറെ മുമ്പ് എടുത്ത വീഡിയോ ആണെന്നാലും കുറച്ച് ഇന്നാണ് എഡിറ്റ് ചെയ്തത്. അത് നിങ്ങൾക്ക് കാണാം. ബോച്ചെ 1000 ഏക്കറിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, ആരാണ് ബോച്ചെ എന്നുള്ളത് അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ പ്രദേശവാസികളും അവിടുത്തെ ജീവനക്കാരൊക്കെ പറയുന്നത് കേട്ടുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും, ആ മനുഷ്യനെ കുറിച്ച് അസൂയം തോന്നും. കാരണം വെച്ചാൽ ഒരു മനുഷ്യന് എത്രത്തോളം എളിമയാകാൻ സാധിക്കുമോ അത് ബോച്ചയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കരുതും അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ ആളാവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിയൽ ലൈഫും അങ്ങനെയാണെന്നാണ് അവിടുത്തെ വയനാട്ടുകാർ തെളിയിച്ചത്. അപ്പൊ എന്റെ ഒരു അളിയന്റെ വീട് തൊട്ടടുത്താണ്. ഈ ബോച്ചെ 1000 ഏക്കറിന്റെ ഒരു ബോർഡർ ആയിട്ട് വരുന്നത് എന്റെ അളിയന്റെ വീടാണ്, വയനാട് മേപ്പാടിയിൽ എന്റെ അളിയൻ വർക്ക് ചെയ്യുന്നതും ഈ മേപ്പാടിയില് ബോച്ചേന്റെ ടീ ഫാക്ടറിയിൽ എന്റെ അളിയൻ വർക്ക് ചെയ്യുന്നുണ്ട്, വയനാട്. അപ്പൊ ഇത്രത്തോളം ഞാൻ പറയാൻ കാരണം വെച്ചാല് ബോച്ചെ കഴിഞ്ഞ സ്കൂൾ, അതായത് കുട്ടികൾക്ക് ജൂണിൽ സ്കൂൾ തുറന്നല്ലോ, ആ സമയത്തൊക്കെ അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ ബോച്ചെ എടുത്തപ്പോൾ ഞങ്ങളുടെയൊക്കെ ജോലി തെറിക്കുമോ ജോലി പോകുമോ എന്നൊക്കെ ഭയന്നിരുന്നു അത്ര അവിടെയുള്ള ആൾക്കാർ. എന്നാൽ സ്കൂൾ തുറന്ന സമയത്ത് അവിടെയുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും, എത്ര കുട്ടികളാണോ അവർക്കുള്ളത്, മക്കൾ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സ്കൂളിലുള്ള യൂണിഫോം, അതുപോലെ ബുക്ക്, കൊട, പെന്ന് മുതൽ A to Z സാധനങ്ങൾ ബോച്ചയുടെ വകയായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു TV ചാനലിൽ അത് കണ്ടോ മക്കളെ? ഇല്ലല്ലോ, ഇല്ല. ആ മനുഷ്യൻ ചെയ്തത് ആർക്ക് വേണ്ടിയാ? അവരുടെ സ്റ്റാഫിന്, പുറം ലോക പബ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷെ അത് എന്നോട് പറയുന്നത് ഇന്നലെ അല്ല കേട്ടോ, ഈ സംഭവം നടക്കുന്നത് ഇന്നലെയാണ്. ഇത് 5-6 മാസം മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യന്റെ പ്ലസും മൈനസും പറയുമ്പോൾ എന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ പറയാറുള്ളത് ഒരാളുടെ മൈനസ് മാത്രം ഞാൻ പറയാറില്ല. അദ്ദേഹത്തിന്റെ പ്ലസിന്റെ ഒപ്പം ഞാൻ മൈനസ് പറയും. ഞാൻ പ്ലസ് പുകഴ്ത്തിക്കൊണ്ട് പറയും, മൈനസ് ആണെങ്കിൽ സ്വകാര്യമായിട്ടും പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ബോംബെയിൽ ഗാർമെന്റ്സിന്റെ സൂപ്പർവൈസറായി വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ കമ്പനിയിൽ ഞാൻ ടൈലറിംഗ് സെക്ഷനിലായിരുന്നു. ഞാൻ ഷർട്ടിന്റെ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ സൂപ്പർവൈസറായിട്ടും പ്രൊഡക്ഷൻ മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്റെ കമ്പനിയിൽ ഏകദേശം 100-400ഓളം മെഷീനുകൾ ഉണ്ടായിരുന്നു, 100-400ഓളം ടൈലർമാരുണ്ടായിരുന്നു. അതിന്റെ ഒന്നാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റിന്റെ 40 മെഷീനായിരുന്നു. അങ്ങനെ 10 യൂണിറ്റ് ആയിരുന്നു. ആ 40 മെഷീന്റെ ഒരു യൂണിറ്റിന്റെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ വർക്ക് നിരീക്ഷിക്കാൻ എന്റെ മേലെ 10 സൂപ്പർവൈസർമാരെ നിരീക്ഷിക്കാൻ ഒരു സൂപ്പർവൈസർ വേറെ ഉണ്ടാവും, പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരിങ്ങനെ പ്രത്യേകം നിരീക്ഷിക്കും നമ്മുടെ വർക്കും നമ്മുടെ രീതി നമ്മുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അവര് നമ്മളെ പിന്നെ ഓഫീസിൽ വിളിച്ച് പറയും എന്തെങ്കിലും മോശമായിട്ടുള്ളത് നമ്മളെ, അതായത് നമുക്ക് അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. നമ്മളിൽ നിന്ന് മറ്റുള്ളവർ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അഭിനന്ദിക്കുന്ന ഒരു രീതികളൊക്കെ ഞങ്ങളുടെ കമ്പനിയിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനൊരു സ്റ്റാഫായി കയറി, അവിടെ സൂപ്പർവൈസറായി ബോംബെയിൽ സൂപ്പർവൈസറായി കയറി. ആ കയറിയ സമയത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞ് എന്നെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പൊ ഞാൻ കരുതി നമ്മളെ പണി പോയി മനസ്സിലാവുണ്ടോ. അപ്പോൾ മാനേജർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരു 3 ദിവസം നമ്മൾ ട്രയൽ ആയിരിക്കും, ഇതിന് കമ്പനിയിൽ വേണോ എന്നുള്ള കാര്യത്തിൽ ട്രയൽ ആയിട്ടുണ്ടാവും. 3-ാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കമ്പനിയിൽ സെലക്ടഡ് ആയിട്ടുണ്ട്, പിന്നെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കുറെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പൊ എന്താണെന്ന് ചോദിച്ചു ഞാനന്ന് ഞാൻ ഇപ്പോഴത്തെ കഥ ഇന്നലത്തെ കഥയൊന്നുമല്ല പറയുന്നത് കേട്ടോ, 2002-2004 കാലഘട്ടത്തിലെ കഥയാണ് പറയുന്നത്. അപ്പൊ എന്താണ് പഠിക്കാൻ എന്നുള്ള ഞാൻ മാത്രമേ, ചെറിയ കുട്ടിയല്ലേ, 10, 22, 23, 24 വയസ്സ്, ചെറിയ കുട്ടി എന്ന് പറയാൻ വയ്യ, 22-23 വയസ്സുള്ളൂ എനിക്ക് ആ സമയത്ത്. അദ്ദേഹം എന്നോട് പറഞ്ഞ്, നിങ്ങളിൽ ഞങ്ങളൊരു പ്ലസ് പോയിന്റ് കണ്ടു, അത് ഞങ്ങൾ ശ്രദ്ധിച്ചു, അതോടൊപ്പം ഞങ്ങളുടെ വർക്കേഴ്സ് നിങ്ങളെ കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. അപ്പം വർക്കർമാർ, അതായത് നമ്മളെ കീഴിൽ നിൽക്കുന്ന പണിക്കാരെ ആദ്യം നമ്മളൊരു സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വർക്കേഴ്സിനെ നമ്മളെ കൺട്രോൾക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും റിസ്ക് പിടിച്ച ജോലി. ഏതെങ്കിലും വർക്കേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു സൂപ്പർവൈസർക്ക് അത് പിന്നെ ആ ഉദ്ദേശിച്ച രീതിയിൽ ആ വർക്കേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് വലിയൊരു ടാസ്ക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ എടുത്ത തന്ത്രം എന്താ വെച്ചാൽ, അത് ഏതെങ്കിലും ആൾക്കാർ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഗാർമെന്റ്സ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കോപ്പി അടിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്തൊരു രീതി, അതായത് ഞാൻ ഇതുപോലെ ഷർട്ട് ചെക്കിംഗ് ആണല്ലേ എന്റെ ജോലി. അപ്പോൾ 40 മെഷീൻ ഉണ്ട്. ഈ 40 മെഷീനിൽ നമ്മൾ ഇല്ലാതെ ഇങ്ങനെ കറങ്ങിയെടുക്കും. അവർ സ്റ്റിച്ച് എടുത്ത് അങ്ങനെ നോക്കണം. പീസ് റേറ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ ഒരാളെ കൈ ആണെങ്കിൽ ഒരാളെ കോളർ, ഒരാള് പിന്നെ പോക്കറ്റ്, ഒരാള് അങ്ങനെ ജോയിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ സൈഡ് ഇതൊക്കെ ജോയിൻ ചെയ്തൊക്കെ വേറെ സെക്ഷനും. അപ്പം ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവരിൽ നിന്ന് ഇവരോട് ഇങ്ങനെ പറയും, എന്തെങ്കിലുമൊക്കെ മെയിനായിട്ട് ബോംബെയിലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കൈയിന്റെ ഫുൾ സ്ലീവ്സിന്റെ ഒക്കെ മാറടിക്കുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യം. അതോടൊപ്പം കോളർ അറ്റാച്ചിങ് ആണ് ഏറ്റവും റിസ്ക്. ഷർട്ടിനെ സംബന്ധിച്ചിടത്തോളം കോളർ അറ്റാച്ചിങ് ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ ഈ ഷർട്ട് എങ്ങനെ തിരിയും, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയും, അല്ലെങ്കിൽ ബാക്കൊക്കെ വലിയും. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആരും ഒരാൾ ലേക്ക് അടിച്ചിട്ടുണ്ട്, അവന് അറിയാൻ തോന്നുന്നില്ല ടൈലറിങ്ങിനെ പറ്റി. താങ്ക് യു. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൈയിന്റെ മാറടിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒന്നും കഴിയില്ല. ഏത് ഈ ഓപ്പൺ ഫുൾ കൈന്റെ ഈ ഭാഗം അടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. ടൈലറിംഗിൽ ഏറ്റവും ടഫ് ഉള്ള പണി എന്ന് പറഞ്ഞാൽ കൈനെ മാറടിക്കുക. അതെല്ലാം വൃത്തിയിൽ 2 കൈ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരേപോലെ നിൽക്കുമാണ് അതിന്റെ മെഷർമെന്റ്. 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് 3/4 ഇഞ്ചിന്റെ ഒരു ഓപ്പൺ ആ ബോക്സ് ഉണ്ടല്ലോ, അത് അതേപോലെ നമ്മുടെ ഈ പിന്നെ കുർത്തക്കൊക്കെ ഇവിടെ മാറടിക്കുക എന്നൊക്കെ ഭയങ്കര ടഫ് വർക്കാണ്. കാരണം അത്രയും ശ്രദ്ധയോട് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര പാളത്. അങ്ങനെ ഞാനിങ്ങനെ ഒരു പണിക്കാരന്റെ ഒരു ഷർട്ട് അടിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്താ ചെയ്യുക കഴിഞ്ഞാൽ, ആ ഷർട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അതിന്റെ എല്ലാ പ്ലസ്സുകളും എല്ലാ നന്മകളും ഇങ്ങനെ എടുത്ത് പറയാതെ, ഇത് കോളർ അടിപൊളിയുണ്ട്, പോക്കറ്റുകളെ സ്റ്റിച്ചൊക്കെ സൂപ്പർ ആയിട്ട് കേട്ടോ. പക്ഷെ അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവന്റെ പാളിച്ച് ഞാൻ കണ്ടുവച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ അത് ഞാൻ പറയത്തില്ല, സ്റ്റാർട്ടിങ്ങിലൊന്നും പറയില്ല. അപ്പൊ ഇവന്റെ പ്ലസ് പോയിന്റുകൾ ഇങ്ങനെ എടുത്ത് പറയണം. അപ്പൊ അവന് ഭയങ്കര സന്തോഷമായിരിക്കും, അങ്ങനെ ഹെയറിൽ കയറും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇവന്റെ പ്ലസ് പോയിന്റുകൾ നമ്മൾ ഇങ്ങനെ എടുത്ത് പറയണം. നമ്മൾ ഒരു കുട്ടിയാണെങ്കിലും നമ്മളൊരു മോനാണെങ്കിലും നമ്മൾ ടീച്ചറാണെങ്കിൽ ആ ടീച്ചറാണെങ്കിൽ എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ എഴുത്തിൽ ഹാൻഡ് റൈറ്റിംഗ് എന്തെങ്കിലുമൊക്കെ പാളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അക്ഷരത്തിട്ടുണ്ടാവും, ചിലപ്പോൾ സ്വില്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ ഇതാണ് ഈ കുട്ടി എഴുതിയ നല്ല ഭാഗങ്ങൾ മുഴുവൻ എടുത്തിട്ട് അവനെ നമ്മൾ പ്രശംസിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഉഷാറായിരുന്നു മോനെ, മുമ്പൊക്കെ നീ എഴുതിയത് എങ്ങനെയായിരുന്നു, വളരെ കുറച്ച് മോശമായിരുന്നു, ഇപ്പൊ നീ അടിപൊളിയാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടീനെ അതുപോലെ നമ്മൾ ഒന്ന് പുകഴ്ത്തി അവനൊന്ന് പിന്നെ നമ്മളൊരു പോസിറ്റീവ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി നമ്മളോട് അടുക്കാൻ തുടങ്ങും ആ കുട്ടി. അതുപോലെ ഞാൻ ഈ ചെയ്ത തന്ത്രം എങ്ങനെയാ വെച്ചാൽ, ഈ ഷർട്ട് ഇതിലെ എല്ലാ പാളിച്ചകളും നമ്മൾ ആദ്യം മനസ്സിലാക്കും, പക്ഷെ പറയില്ല. ഫസ്റ്റ് ആദ്യം ഇതിന്റെ പോസിറ്റീവുകളൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറയുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കാണ്ട് കേട്ടോ, ചെറിയ കാര്യം ഈ ഭാഗം കണ്ടില്ല കുറച്ചൊരു ചെറിയൊരു പാഴ്ച കാണുന്നുണ്ട്, അതുകൂടി ഒന്ന് ഉഷാറാക്കണം കേട്ടോ എന്ന് പറയും. അപ്പൊ എന്തായി, നമുക്ക് നമ്മുടെ കാര്യം നേടിയെടുക്കാനും പറ്റി, ഇയാൾക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവില്ല. അപ്പം അവിടുത്തെ മാഷ് പിന്നെ ഇവര് ചോദിക്കുമല്ലോ, ഈ മെയിൻ സൂപ്പർവൈസർ നമ്മളോട്, അതായത് പ്രൊഡക്ഷൻ മാനേജർ ചോദിക്കും, എങ്ങനെയാ പുതിയ സൂപ്പർവൈസർ എന്നൊക്കെ ചോദിക്കൂലേ. അപ്പൊ നമ്മുടെ സ്കൂളിൽ വരുമ്പോൾ HM ചോദിക്കും, എങ്ങനെയാണ് പുതിയ മാഷ് എന്ന് ചോദിക്കില്ല. അതേപോലെ തന്നെ എങ്ങനെയാ പുതിയ സൂപ്പർവൈസർ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മാഷ് ആള് അടിപൊളിയാണ്. പക്ഷെ എന്താ വെച്ചാൽ മാഷ് ആദ്യം ഹെയർലർ കയറ്റും, പിന്നെ ഇടുന്ന പറഞ്ഞു. അതായത് എന്താ വെച്ചാൽ ആദ്യം ഞാൻ എല്ലാ കാര്യങ്ങളും നല്ലതിങ്ങനെ പറയാലോ, പിന്നെ ഞാൻ ഒറ്റയടിക്ക് നമ്മൾ ഇട്ടുന്ന പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അത് ഞങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമായി. കാരണം വെച്ചാൽ അതുകൊണ്ട് നിങ്ങളെ യൂണിറ്റിലെ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കും നിങ്ങളോടൊരു വെറുപ്പോ നിങ്ങളെ പറ്റിയൊരു പരാതിയോ ഇതേ പറഞ്ഞില്ല. വേറെ യൂണിറ്റിലൊക്കെ ഭയങ്കര പരാതിയാണെന്ന് പറഞ്ഞു.
അപ്പൊ ഇത് ഞാനീ പറഞ്ഞത് ഒരു ടൈലറിംഗ് യൂണിറ്റത്തെ കാര്യം മാത്രമല്ല, നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന, മദ്രസയിൽ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറ്റു വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന, മറ്റ് ട്യൂഷനുകൾ പഠിപ്പിക്കുന്ന, കഥകളി മറ്റും പല മേഖലയിൽ പഠിപ്പിക്കുന്ന, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആരെയും നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പാടില്ല, അവര് വർക്കിനെ നമ്മൾ മോശമായിട്ട് കാണരുത്. ആദ്യം അവരുടെ ചെയ്ത വർക്കുകൾക്ക് അവർക്ക് അംഗീകാരം കൊടുക്കുക. അവരിപ്പോ പഠിക്കുന്ന നമ്മൾ ആരും എല്ലാം തേഞ്ഞവരില്ലല്ലോ. ആദ്യം അവർ ചെയ്ത വർക്കിനുള്ള ഒരു അംഗീകാരം കൊടുക്കുക. എന്നിട്ട് പോരായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. ഇപ്പൊ നമ്മളെ വീട്ടിൽ പോലും നമ്മുടെ ഭക്ഷണം, നമ്മുടെ വൈഫൊക്കെ നമുക്ക് നല്ല ബിരിയാണി ഒക്കെ വളരെ കഷ്ടപ്പെട്ട് കുട്ടികൾ കരയുന്നുണ്ടാവും ഒരു ഭാഗത്ത്, ആ ഭാഗത്ത് വേറെ ഡ്രസ്സ് അലക്കാനുണ്ടാവും. ഇതിന്റെ അടിയിലൊക്കെ ഇവർക്ക് നമ്മളൊരു ഭർത്താവിന്റെ ഒരു പ്രശംസ പിടിച്ചു പറ്റണം എന്ന ഒരു ത്യാഗ മനോഭാവത്തിൽ നമ്മുടെ ഭാര്യമാര് ചില സമയങ്ങളിൽ ചില സ്പെഷ്യൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലെ. ചില സ്പെഷ്യൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരും, നമുക്ക് എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പുറത്താകുമ്പോൾ ഞാൻ ഇനിയും വീട്ടിൽ കത്തില്ല. അപ്പൊ പുറത്താവുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ച ഭക്ഷണത്തിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാനേ ഇതൊരു പുതിയ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് കഴിച്ചു നോക്കൂന്ന് പറയും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുണ്ടാവില്ല. മനസ്സിലുണ്ട് പൈപ്പത് കാടോട്ടോ. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുണ്ടാവില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ എന്താ പറയില്ലല്ലോ, ഉഷാറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, എങ്ങനെ ഇത് പഠിച്ചേ, അടിപൊളിയുണ്ട് എന്ന് പറയും. പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകിയിട്ട് പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ പിന്നെ ആ ഭക്ഷണത്തില് ഒരു ചെറിയൊരു കുറവ് എന്നുണ്ട്. പക്ഷെ അത് എന്റെ കുറവാട്ടോ, നിനക്കത് ക്ലിയർ ആയിരിക്കും. എന്നാലും ഞാൻ ചിലപ്പോൾ എന്റെ നാവും നിന്റെ നാവും വ്യത്യാസം ഉണ്ടല്ലോ, ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നിയൊരു കുറവ് ഞാൻ പറയാണ്, ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചോടിട്ടോ എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ എന്തായി, ഇവർക്ക് നമ്മളോടൊരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം ഇതുപോലെ സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി നമ്മളെ പരീക്ഷിക്കാൻ ഇവർ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട രീതികളാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടെന്ന് എന്താ ഇവിടുന്ന് എവിടേക്ക് എത്തിയെന്ന് ചോദിച്ചോ, അതായത് നമ്മുടെ ബോച്ചെ ആണല്ലോ നമ്മളെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്, ബോച്ചെ മഹാറാണിയാണ് വിഷയം. അപ്പൊ ബോച്ചയുടെ ആ ഒരു എന്താ പറയാ കമ്പനിയെ കുറിച്ച്, കമ്പനിയിലെ അദ്ദേഹം ബോച്ചെ ചെയ്ത നന്മകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. എന്താണ് ബോച്ചെ ചെയ്തത്? ബോച്ചേന്റെ സ്റ്റാഫ് 1000 ഏക്കറിൽ ഏകദേശം ഒരു 500-600ഓളം സ്റ്റാഫ് ഉണ്ടാവും. ഈ സ്റ്റാഫുകളെ ആദ്യം ബോച്ച എന്താ ചെയ്തത്, അവരുടെ മനസ്സിങ്ങോട്ട് പിടിച്ചു വാങ്ങി. ബോച്ച ആരാണെന്നുള്ളത് വാക്കിലൂടെയല്ല പ്രവർത്തനത്തിലൂടെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു മനോഭാവം ബോച്ചയ്ക്ക് ഉള്ളിടത്തോളം കാലം ബോച്ച നിങ്ങൾ ആരുടെ തന്നെ ഏത് തന്നെ മഹാറാണി വന്നിട്ടും കാര്യമില്ല, ഇനി ഭദ്രകാളി വന്നിട്ടും കാര്യമില്ല. ബോച്ച് അത് സ്റ്റാറായിട്ട്, അത് കേരളത്തിലെ ഒരു ഒറ്റയാൻ മുണ്ടെടുത്ത് വെള്ള മുണ്ടും എന്താ പറയാ വെള്ള ഒരു പ്രത്യേക ഡ്രസ്സ് ഇട്ടുങ്ങാണ്ട്, അത് രണ്ടാമതൊരാൾ കേരളത്തിൽ അങ്ങനെ നടക്കുന്നില്ലല്ലോ, ഒറ്റ ആളേലുള്ളൂ. ആ ഒരു ഒറ്റക്കൊമ്പന് അത് ഒറ്റക്കൊമ്പനായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊന്നും സപ്പോർട്ടിന്റെ ഒരു ആവശ്യമൊന്നും ബോച്ചനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ബോബി ചമ്മനൊന്നും അതിന്റെ ഒരു ആവശ്യമില്ല. അദ്ദേഹം ബോച്ചയായിട്ട് തന്നെ സ്റ്റാറായിട്ട് തന്നെ പോട്ടെ. നിങ്ങൾക്കറിയോ 34 കോടി റുപ്യ ഒരു മനുഷ്യന്റെ ആ ഒരു, ഞാൻ പിച്ചച്ചട്ടി എടുത്ത് ഇറങ്ങിയേക്കാണെന്നാ പറഞ്ഞത്. അന്ന് നിങ്ങൾ ആരും അയാളെ ഒരു പിച്ചച്ചട്ടി എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കായിരുന്നത്. ഞാൻ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടാൻ ഇറങ്ങിയേക്കാന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി അങ്ങനെ തന്നെയാണ് അല്ലെ. അത് തെണ്ടാൻ ഇറങ്ങി നടന്നപ്പോ ബോച്ച അവിടെ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടാണെന്ന് പറഞ്ഞപ്പോ അതേ തെണ്ടല് 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ കേരളത്തിൽ തെണ്ടിയത് കൊണ്ടാണ് 34 കോടി റുപ്യ ശേഖരിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലാതെ കഴിയുന്നുള്ളത്? ഈ പറയുന്ന മഹാറാണി എത്രയാണ് അവർക്ക് പൈസ കൊടുത്തത്? അങ്ങനത്തെ ഫണ്ടിലേക്ക് ഈ പറയുന്ന മഹാറാണി അങ്ങനെ ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവര് അവരുടെ ആ ഒരു ഫിഗർ കാണിച്ച് ഉദ്ഘാടനത്തിന് പോകുന്നു, നല്ല മോഡേൺ ഡ്രസ് ഇട്ട് പോകുന്നു, പൈസ സമ്പാദിക്കുന്നു, വീട്ടിലിറങ്ങുന്നു, കടന്നിറങ്ങുന്നു, വീണ്ടും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്ത് എനിക്ക് 1 ലക്ഷത്തിന് പകരം 1.5 വേണമെന്ന് പറഞ്ഞു വീണ്ടും പ്രോഗ്രാമിന് പോകുന്നു, വീട്ടിലിറങ്ങുന്നു എന്നല്ലാതെ ഈ മഹാറാണി എന്താണ് ഇന്ന് ഒരാൾക്ക് ഇത്രയും ലക്ഷക്കണക്കിന് റുപ്യ, കോടിക്കണക്കിന് റുപ്യ ഉദ്ഘാടന രീതിയിലും സിനിമയിൽ അഭിനയിച്ച രീതിയിലും പല രീതിയിലും ഈ മഹാറാണിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, മഹാറാണി നിങ്ങൾ ആർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളിപ്പോ ചെയ്തു കൊടുത്തതാണ് ലോകത്തെ എല്ലാവരെയും സ്നേഹിക്കുന്ന, സഹായിക്കുന്ന നല്ലൊരു മനുഷ്യന്. ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ ബോച്ച ടീയിലൂടെ ഒരുപാട് ഷോപ്പ് ഇട്ട് കൊടുത്തു, ഒരുപാട് ആൾക്കാർ ഉപജീവനം നടത്തി പോകുന്നു, ഒരുപാട് കുടുംബങ്ങളുടെ സഹായമായി, ഒരുപാട് മക്കൾക്ക് സ്വർണവും മറ്റുമൊക്കെ കൊടുത്ത് ജീവിതത്തിലേക്ക് കൈപിടിച്ച ആ ഒരു മനുഷ്യനെ നിങ്ങൾ ഒരു ദിവസങ്ങളും എന്നെ ദ്വയാർത്ഥത്തിൽ എന്നെ അഭിസംബോധന ചെയ്തു എന്നൊരു പേരും പറഞ്ഞ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റി കഴിഞ്ഞാൽ എന്താ അദ്ദേഹത്തിന് തൂക്കിക്കൊല്ലോ നിങ്ങള്? എന്റെ പൊന്നാര മഹാറാണി, എന്താ നിങ്ങൾക്ക് സംഭവിക്കണം നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ആരെയും ഉദ്ഘാടനത്തിന് തന്നെ വിളിക്കൂല, അതുണ്ടാവുക. ഈ പറയുന്ന ആൺവർഗം ഉണ്ടല്ലോ, ഒരാണിനെ നിങ്ങൾ ലോക്കാക്കിയിട്ടുള്ളത്, ഈ പറയുന്ന ആൺവർഗങ്ങളൊപ്പം നിൽക്കൂല. ചെറ്റത്തരം കാട്ടിക്കഴിഞ്ഞാൽ ആണുങ്ങളെ എതിർക്കുകയും ചെയ്യും. പക്ഷെ ബോച്ച അങ്ങനെ ചെറ്റത്തരം പറഞ്ഞതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല. ബോച്ച പറഞ്ഞത് ഒരു ദ്വയാർത്ഥത്തിലുള്ള കാര്യമല്ല.
ഒരു ദേവിയെ കുറിച്ച് പറഞ്ഞു, ആ ദേവിയുടെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു, അത്രയും ആ കഥാപാത്രം അത്ര സൗന്ദര്യമുള്ള കഥാപാത്രമായിരുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ നിങ്ങള് അതിന് ഇപ്പൊ തമിഴിലിപ്പോ ഈ ഒരു സാധനത്തിന് പറഞ്ഞ പേരെന്താ? കേരളത്തിലെ പറഞ്ഞ അടി കിട്ടും. ഇപ്പോ ബോംബെയില് സോനാപൂർ എന്നൊക്കെ പേരുള്ള സ്ഥലമുണ്ട്. കാൻപൂർ, സോനാപൂർ എന്നൊക്കെ പല പല പേരുണ്ട്. അതിൽ ആ സോന എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പേരെന്താണ്? ഇവിടെ കേരളത്തിൽ എത്തുമ്പോ അത് നമുക്ക് പറയാൻ പറ്റും. അടി വീഴുമല്ലേ? അത് അവിടെ അത് പ്രശ്നമല്ല, ഇവിടെ അത് പ്രശ്നമാണ്. എന്തിനേറെ കന്നഡത്തിൽ തന്തൈ എന്ന് പറഞ്ഞ എന്താ? തമിഴില് തന്തൈ എന്ന് പറഞ്ഞ എന്താ? നിൻ തന്തൈ നിൻ താഴി എന്ന് പറയാം. നിൻ തന്തൈ നിൻ താഴി. തന്തൈ എന്ന് പറഞ്ഞാൽ കന്നഡത്തില് അച്ഛ എന്നർത്ഥം, തമിഴിലും അച്ഛ തന്നെ അർത്ഥം. എന്നാ ഇവിടെ തന്തൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടിയുടെ കിട്ടും. എന്റെ തന്തനോട് പറയുന്ന പറഞ്ഞാൽ എന്തായി? ഞങ്ങളെ മലപ്പുറത്തൊക്കെ നല്ലോണം പൊട്ടുപടി. ഇന്ന് തന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നഡത്തിൽ തന്ത എന്ന് പറഞ്ഞാൽ അച്ഛന് പറയുന്ന പേരാ. ഇവിടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തില് നമ്മുടെ ഫാദറിന് പറയുന്നു. എന്നാൽ ഇതേ അച്ഛന് ബോംബെക്ക് എത്തുമ്പോ ഹിന്ദിയിൽ എന്താണ്? നല്ലത് നിലർത്തുള്ളൂ. അച്ഛ ബഹുത്ത് അച്ഛ ഹേ, വളരെ നല്ലതാണ്. ഇവിടെ ബഹുത്ത് അച്ഛന്ന് ഒരു തീരെ ഹിന്ദി അറിയാത്ത ആളോട് ബഹുത്ത് അച്ഛാന്ന് പഴുത്ത അച്ഛ എന്താന്ന് അങ്ങനെ ഉദ്ദേശിക്കൂ അല്ലേ? ബഹുത്ത് അച്ഛ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മലയാളിനോട് ഒന്നും ഒരു ഹിന്ദി ഒന്നും അറിയാത്ത ഒരാളോട് അച്ഛ എന്ന് പറഞ്ഞാൽ എന്താ ഒരു മനസ്സിലാക്ക? അച്ഛ ഹൈക്കാ. ഇപ്പൊ ഇവിടെ ചോറ് എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരോട് ചോറ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? രണ്ടർത്ഥാണ് ചോറിന്. ഒന്ന് നമ്മൾ ചോറ് പറഞ്ഞാൽ ഒന്നിന് ചോറ് എന്ന് പറയും. ഹിന്ദിയിൽ അത് ചോറ് എന്ന് പറയുമ്പോ കള്ളനായി അല്ലേ? ഓ ചോറ് ആരായെന്ന് പറഞ്ഞാൽ ആ കള്ളൻ വരുന്നു. ഭാഗോ ഭാഗോ ചോറ് ആരായെന്ന് പറയും. പോകൂ പോകൂ കള്ളൻ വരുന്നു എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. നമ്മള് ഒരാളൊരു വാക്ക് പറഞ്ഞത് അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ കുട്ടികള് അമ്മേ എന്നെവൻ അടിച്ചു, എന്നെവൻ പിച്ചി എന്ന് പറയുന്നത് പോലെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സെലിബ്രിറ്റി അല്ലേ? ഹണി റോസ് എന്ന ആ ഒരു മേഡവും അതുപോലെ ബോച്ചെ എന്ന ആള് രണ്ടുപേരും സെലിബ്രിറ്റി അല്ലേ? നിങ്ങൾ രണ്ടുപേർക്കും അത്യാവശ്യം നല്ല ഫോളോവേഴ്സും അത്യാവശ്യം നല്ല ആരാധകരുള്ള ആൾക്കാരല്ലേ? രണ്ടുപേരും സ്റ്റാർ ആയിട്ട് വിലസുന്ന ആൾക്കാരല്ലേ? ബോച്ചനെ സംബന്ധിച്ചിടത്തോളം ബോച്ച പക്ക ബിസിനസ്മാൻ ആണ്. ബോച്ച ഒരു സിനിമ നടനൊന്നുമല്ല. ബോച്ച ബിസിനസ്സിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ആളാണ്. ഫിജിക്കാർട്ട് പറഞ്ഞിട്ടുള്ള ബോച്ചയുടെ എന്തൊക്കെ നിങ്ങൾക്കറിയില്ലേ? ആപ്പുകളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഫ്ലിപ്കാർട്ട് പോലെ ആമസോൺ പോലെ ഫിജിക്കാർട്ട് എന്ന ആപ്പൊക്കെ ഉണ്ട്. അതിലൂടെ ബോച്ച കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. നമ്മുടെ ഈ മഹാറാണിക്ക് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ സമ്പാദ്യങ്ങള്? ബോച്ചനെ സംബന്ധിച്ചിടത്തോളം ബോച്ചന് ഒരു 5 കൊല്ലം ജയിലിൽ കടന്നാലും ബോച്ചയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഞാൻ ബോച്ചനെ എന്താ പറയാ പുകഴ്ത്താൻ വേണ്ടി വന്നതല്ല. നമ്മളുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉള്ള കാര്യം സുബേർ ബാപ്പു പറയും. അപ്പൊ ഞാൻ നിർത്തുകയാണ്, സമയം കുറെ ആയി. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരാം, അപ്ഡേഷനുകളായിട്ട് വരാം. ഇപ്പൊ ഞങ്ങൾ നിലമ്പൂരം പാട്ട് തുടങ്ങിയിട്ടുണ്ട്. നിലമ്പൂരം പാട്ടിന് പോകണമെന്ന് കരുതുന്നുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഉത്സവം ആണ് നിലമ്പൂർ പാട്ടുത്സവം. അപ്പോൾ അതിൽ ഇനി 4-5 ദിവസം കൂടി ഉണ്ടാവും. വമ്പം പാട്ടുത്സവ പദ്ധതികളൊക്കെയാണ്, പരിപാടികളൊക്കെയാണ് നിലമ്പൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒഴിവുപോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിലമ്പൂർ പാട്ടുത്സവത്തിലൊക്കെ കാണണ്ടേ? അവിടുത്തെ ഓരോ വെറൈറ്റികളൊക്കെ ഞങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട്. ഭയങ്കര തണുപ്പാണ്, പ്രത്യേകിച്ച് നിലമ്പൂർ ഏരിയയിലേക്ക് നല്ല തണുപ്പാണ്. ഞാൻ ഇപ്പോൾ വണ്ടൂരാണ്. നിലമ്പൂരത്തെ അത്ര തണുപ്പ് തന്നെ വണ്ടൂരില്ല. അവിടെ ഭയങ്കര തണുപ്പാണ്. പാട്ടുത്സവത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വരുന്നുണ്ട്, വലിയ വലിയ ആൾക്കാരുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളൊരു ദിവസം പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പണ്ടത്തെ പോലെ ഇപ്പോൾ പാട്ടിനും ഇതിനൊന്നും വല്ലാതെ ആൾക്കാരെ കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ രീതി പറഞ്ഞാലും മൊബൈൽ പറഞ്ഞാലും ഫുൾ ടൈം പാട്ടും എൻജോയ്മെന്റും എല്ലാവരും റീൽസും കാര്യത്തിന്റെ ആൾക്കാരല്ലേ. അപ്പോൾ അതിലൊന്നും വലിയ കഴമ്പില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിന്റെ ഇടയിൽ ഞാൻ ബോച്ചേന്റെ ഒരു വീഡിയോ ഇങ്ങനെ ഞാൻ ബോച്ചെ 1000 ഏക്കറിൽ പോയപ്പോൾ എടുത്തു വെച്ചിരുന്നു. അതിങ്ങനെ ഇന്നിങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ ബോച്ചനെ പറ്റി അവിടെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ആരെയും നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാക്കിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ഷമ പറഞ്ഞതാണ് ഇന്നലെ നമ്മളെ ബോച്ച. അതിന് ശേഷവും അത് പിന്നെ കേസ് പിൻവലിച്ച് വിഡ്രോ ചെയ്യായിരുന്നു. ക്ഷമ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി കേസ് ആയിട്ട് മൂവ് ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ പരാതി പിൻവലിക്കാമായിരുന്നു. നമ്മളിങ്ങനത്തെ പലതും കണ്ടതാണ്. മനാഫ് വിഷയത്തിലാണ്, അർജുൻ വിഷയത്തിലൊക്കെ ഇതുപോലെ ഇതിലും വലിയ കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ വിഡ്രോ ചെയ്തിട്ട് വളരെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ കേരളം മുന്നോട്ട് പോയതാണ്. ഇപ്പൊ ഇതും 2 ദിവസം കഴിഞ്ഞാൽ ഈ ചായ കോപ്പയിലെ എന്താ പറയാ പത പോലെ അവിടെ വരും, അവിടെ പോവുകയും ചെയ്യും. അതിലത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.